ഹായ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചകിരി വെച്ചിട്ട്, അതായത് തേങ്ങയുടെ തൊണ്ട് വെച്ചിട്ട് നമ്മൾ അടിപൊളിയായിട്ടുള്ള ഒരു കിടിലൻ ഐറ്റമാണ് ഇന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ ആരും ഇതുവരെ ചെയ്തിട്ടില്ലാത്ത വളരെ വ്യത്യസ്തമായിട്ടുള്ള കിടിലൻ ക്രാഫ്റ്റാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എന്താ നോക്കാം ഇന്നത്തെ വീഡിയോ നമുക്ക്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ചകിരിയിൽ നിന്ന് കുറച്ച് ഫ്ലവറുകൾ അതേപോലെ കുറച്ച് ലീഫുകളൊക്കെ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അത് ഇതേപോലെയുള്ള ചെറിയ ലീഫുകൾ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് നമ്മൾ ഇതേപോലെ നന്നായിട്ട് ഉണങ്ങിയ ചകിരിയാണ് നമ്മൾ എടുക്കുന്നത്. അതിൻ്റെ പുറംഭാഗത്ത് നിന്ന് നമ്മൾ ഇതേപോലെ കത്തി കൊണ്ട് നമ്മൾ ചെത്തിയെടുക്കുന്നുണ്ട്. ആ ചെത്തിയെടുത്തതിന് ശേഷം അതിൻ്റെ പുറംഭാഗത്തെ തൊലി നമ്മൾ കളയുന്നുണ്ട്. കളഞ്ഞതിന് ശേഷം നമ്മളതൊന്ന് ചെത്തി ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മളത് കത്രിക ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ ഇതളുകൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു 4 ഫ്ലവറിനുള്ള ഇതളുകളും അതേപോലെ തന്നെ കുറച്ച് ലീഫുകളും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതേപോലെയുള്ള കുറച്ച് നീളത്തിലുള്ള കുറച്ച് പീസുകളും നമ്മൾ ചകിരിയിൽ നിന്നും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ഒരു കാർഡ്ബോർഡ് നമ്മൾ എടുത്തിട്ടുണ്ട്. ആ കാർഡ്ബോർഡ് എടുത്തതിന് ശേഷം ഇതേപോലെ റൗണ്ട് എന്തെങ്കിലും ഒരു മൂടിയോ പാത്രമോ വെച്ചതിന് ശേഷം നമുക്ക് ഒരു റൗണ്ട് പീസ് ഈ കാർഡ്ബോർഡിൽ നിന്നും കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ റൗണ്ട് പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതേപോലെ നമ്മളൊരു 3 പീസുകൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 12 സെൻറ്റിമീറ്റർ നീളവും 5 സെൻറ്റിമീറ്റർ വീതിയാണ് നമ്മൾ ഈ 3 പീസിന് എടുത്തത്. അപ്പോൾ അതിൻ്റെ നടുവിൽ നമ്മൾ ഗം അപ്ലൈ ചെയ്ത ശേഷം 3 പീസ് നമ്മൾ ഒരുമിച്ച് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അത് ഒട്ടിച്ച ശേഷം നമ്മൾ മാസ്കിംഗ് ടേപ്പ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ സൈഡ് ഭാഗങ്ങളൊക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ മാസ്കിംഗ് ടേപ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ റൗണ്ട് കാർഡ്ബോർഡിൻ്റെ സൈഡ് ഭാഗവും നമ്മൾ ഇതേപോലെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഒട്ടിച്ചെടുത്തു. ഇനി നമുക്ക് ഈ ചതുരത്തിലുള്ള കാർഡ്ബോർഡ് നമ്മുടെ റൗണ്ട് പീസിൻ്റെ അടിഭാഗത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് തന്നെയാണ് നമ്മളത് ഒട്ടിക്കുന്നത്. ഇനി നമ്മൾ കുറച്ച് അറക്കപ്പൊടി എടുത്തിട്ടുണ്ട്. അറക്കപ്പൊടി എന്ന് പറയുമ്പോൾ ഈർച്ചപ്പൊടി, അതായത് നമ്മുടെ മരമിൽ നിന്ന്, അതായത് മരം ഈരുമ്പോൾ കിട്ടുന്ന പൊടിയാണ് ഈ അറക്കപ്പൊടി. ഇനി നമുക്ക് ഈ കാർഡ്ബോർഡിൽ നന്നായിട്ട് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് കൈകൊണ്ട് തേച്ച് നമ്മൾ എല്ലാ ഭാഗത്തും ഫെവിക്കോൾ എത്തുന്ന രീതിയിൽ നമ്മൾ ഫെവിക്കോൾ തേച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഭാഗങ്ങളാണ് നമ്മൾ ഇതേപോലെ തേച്ചെടുക്കുന്നത്. അപ്പോൾ ഫെവിക്കോൾ തേച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ അറക്കപ്പൊടി നമ്മൾ ഇതേപോലെ വിതറി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ഭാഗം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, അതായത് ഈ ഫെവിക്കോൾ പെട്ടെന്ന് ഉണങ്ങിപ്പോകുന്നത് കൊണ്ടാണ് നമ്മൾ കുറച്ച് ഭാഗങ്ങൾ ഇതേപോലെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ പൂർണ്ണമായിട്ടും നമുക്ക് ഈ റൗണ്ട് മുഴുവൻ അതേപോലെ നമ്മൾ അടിയിൽ കൊടുത്ത തട്ട് എല്ലാം നമുക്ക് ഇതേപോലെ ഈ അറക്കപ്പൊടിയിൽ പൊതിഞ്ഞെടുക്കണം. അപ്പോൾ നന്നായിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ അറക്കപ്പൊടി പൊതിഞ്ഞ ശേഷം അതിൻ്റെ മുകളിൽ കൈ കൊണ്ട് ഒന്ന് നന്നായിട്ട് അമർത്തിയൊക്കെ കൊടുത്തതിന് ശേഷം നമുക്ക് കൂടുതലുള്ള അറക്കപ്പൊടി നമുക്ക് ഇതേപോലെ തട്ടിക്കളയാം. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങളും ഇതേപോലെ തന്നെ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത ശേഷം അറക്കപ്പൊടി വിതറി റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ കാർഡ്ബോർഡിന് മുകളിൽ അറക്കപ്പൊടി നന്നായിട്ട് നമ്മൾ മുഴുവനായിട്ടും പൊതിഞ്ഞെടുത്തു. ഇനി നമുക്ക് ഒരു 2-3 മണിക്കൂർ വെയിറ്റ് ചെയ്ത് ഇതൊന്ന് ഉണങ്ങട്ടെ. ഇനി നമുക്ക് നമ്മുടെ ലീഫുകളും അതേപോലെ നമ്മുടെ ചകിരിയിലെ പീസുകളൊക്കെ നമുക്ക് എടുക്കാം. അതിനുശേഷം നമുക്ക് ആദ്യം ഈ ചകിരിയുടെ നീളത്തിലുള്ള പീസുകളൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് അത് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിൽ ഫ്ലവറുകളും അതേപോലെ ലീഫുകളൊക്കെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം.
ആദ്യം നമ്മൾ ഫ്ലവറുകളാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ 4 ഭാഗത്തായി നമ്മൾ ഫ്ലവറുകൾ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ലീഫുകളും ഒട്ടിച്ചെടുക്കാം. അപ്പോൾ അത് 4 ഫ്ലവറുകളും നമ്മൾ ഒട്ടിച്ചെടുത്തു. ഇനി നമുക്ക് ലീഫുകൾ കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫ്ലവറുകൾ അതേപോലെ ലീഫുകളൊക്കെ ഒട്ടിച്ച് സെറ്റ് ചെയ്ത് റെഡിയാക്കിയെടുത്തു. ഇനി ഇതേപോലെ ഒരു ചണം കയർ നമ്മൾ എടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ചണന്നൂല് മെടഞ്ഞെടുത്തതാണ്. അത് നമ്മൾ ഇതിൻ്റെ നമ്മുടെ ഈ റൗണ്ടിൻ്റെ സൈഡ് ഭാഗങ്ങളിലൂടെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നു. അപ്പോൾ സൈഡ് ഭാഗത്തെ കയർ നമ്മൾ ഒട്ടിച്ചെടുത്തു. ഇനി നമുക്കിത് തൂക്കിയിടാൻ വേണ്ടി ഹാങ്ങിങ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതേപോലെ ഒരു കയർ ഇതിൻ്റെ പിറകു വശത്ത് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഒട്ടിച്ചെടുത്തു. ഇനി നമുക്കിത് ക്ലിയർ അടിച്ചെടുക്കണം. ഇതേപോലെ ഒരു ചകിരിയുടെ ചെറിയ പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പോട്ടിൻ്റെ രൂപത്തിൽ വരുന്ന പീസാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തത്. അത് നമ്മൾ ഇതിൻ്റെ അടിഭാഗത്ത്, അതായത് നമ്മുടെ ചെടി തുടങ്ങുന്ന ഭാഗത്ത് നമ്മൾ അതിൻ്റെ മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ ക്രാഫ്റ്റ് വർക്കുകളൊക്കെ പൂർത്തിയായി. ഇനി നമുക്കിതൊന്ന് ക്ലിയർ അടിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്പ്രേ ക്ലിയറാണ് ഉപയോഗിക്കുന്നത്. ഇത് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്പ്രേ ഉപയോഗിക്കുന്നത്. ഇതല്ലാതെ നമുക്ക് സ്ലീക്കോ വാർണിഷോ അല്ലെങ്കിൽ ടച്ച് വുഡോ എന്ത് വേണമെങ്കിലും നമുക്കിതിന് ബ്രഷ് കൊണ്ട് ഇതിന് അടിച്ചെടുക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മുടെ ചകിരി അഥവാ തൊണ്ട് കൊണ്ടുള്ള ക്രാഫ്റ്റ്, വാൾ ക്രാഫ്റ്റ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമുക്ക് ചെറിയൊരു ഇതേപോലെ വെയിറ്റ് വളരെ കുറഞ്ഞ നമുക്ക് എന്തെങ്കിലും ഒരു ഇതേപോലെ ഫ്ലവറൊക്കെ നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ വെയിറ്റ് വളരെ കുറവായിരിക്കണം, കാരണം ഇത് കാർഡ്ബോർഡാണ്, നമ്മൾ ഒട്ടിച്ചതാണ്. അപ്പോൾ അത് വെയിറ്റ് വളരെ കുറഞ്ഞ ഫ്ലവർ മാത്രമേ നമ്മൾ വെക്കാവൂ. അപ്പോൾ നമ്മുടെ ചകിരി കൊണ്ടുള്ള ഈ ക്രാഫ്റ്റും അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്തിരിക്കുക, അതേപോലെ ലൈക്ക് തരിക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ സ്നേഹത്തോടെ ബൈ ബൈ.